കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മഹേന്ദ്രന്റെ ജീപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 97 മോഡൽ MD ആണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ കുറച്ച് മെക്കാനിക്കൽ വർക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ന്യൂ മോഡലായിട്ട് റീസ്റ്റോർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നെയിം ഐസ ടിപ്സ് എന്നായിരുന്നു. അപ്പോൾ ആ പേരും അതുപോലെ ലോഗോയും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജുമാന അനസ് എന്നാണ് ഇപ്പോൾ നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മഹേന്ദ്രയുടെ ജീപ്പ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ 97 മോഡൽ MD വേരിയൻറ്റിലാണ് വണ്ടി വന്നിട്ടുള്ളത്. പിന്നീട് നമ്മളിതിൽ കുറച്ച് മെക്കാനിക്കൽ വർക്കും കുറച്ച് പെയിൻറ്റിങ് വർക്കൊക്കെ ആയിട്ട് നമ്മൾ ന്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളിതിൻ്റെ പഴയ ബോഡിയൊക്കെ മാറ്റിയിട്ട് ഇതിൽ പുതിയ ബോഡി കയറ്റിയിട്ടുണ്ട്. അതുപോലെ മൊത്തം പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിലെ പഴയ വുഡ് മാറ്റിയിട്ട് പുതിയ വുഡ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ന്യൂ മോഡൽ താറിൻ്റെ ബ്രേക്ക് ലൈറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടുള്ള വർക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗിയർ ബോക്സ് 4+1 ആക്കി മാറ്റി. അതുപോലെ തന്നെ പവർ ബ്രേക്ക് പവർ ക്ലച്ച് ഒക്കെ ആക്കി മാറ്റി. സ്റ്റെയറിങ് ബൊലോറോയുടെ സ്റ്റെയറിങ് ബോക്സ് കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിൽ പഴയ സീറ്റ് മാറ്റിയിട്ട് ഇന്നോവൻ്റെ സീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്ക് സീറ്റ് പിന്നെ സാധാ നോർമൽ സീറ്റ് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നോവൻ്റെ സീറ്റാക്കി മാറ്റിയത് കൊണ്ട് തന്നെ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടാണ്. പിന്നെ ഇത് വണ്ടി MD വേരിയൻ്റ് ആണെങ്കിലും ഇതിൻ്റെ ഡാഷ്ബോർഡ് നമ്മൾ MDIയുടെ ഡാഷ്ബോർഡാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4+1ലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് നമ്മൾ ഒറിജിനൽ മെറ്റാലിക് പെയിൻ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 25,000 രൂപയൊക്കെയാണ് ഇതിൽ പെയിൻറ്റിങ്ങിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ. പിന്നെ ഇതിൽ പവർ ക്ലച്ചും പവർ ബ്രേക്കും ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാവുന്ന ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ അത് ഓടിച്ചു നോക്കാൻ പറ്റും. അപ്പോൾ ഈ ജീപ്പ് അംബാസഡർ ബുള്ളറ്റ് എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഒരു വികാരമാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ എനിക്കും ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ ഓടിച്ച് നോക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ ഒരു 4 വീല് ഒക്കെ ഓടിച്ച് ശീലമുള്ള ഏതൊരാൾക്കും നമ്മളിതിൻ്റെ ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇപ്പോൾ അംബാസഡർ ആണെങ്കിലും ജീപ്പാണെങ്കിലും ഇനി വേണ്ട ബുള്ളറ്റ് ആണെങ്കിലൊക്കെ നമുക്ക് ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര റിസ്ക്കാണ്, നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ. പക്ഷേ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന് ഓടിച്ച് നോക്കുമ്പോഴേ നമുക്കതിൻ്റെ കംഫർട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ ഓടിച്ച് നോക്കാൻ. അപ്പോൾ എനിക്ക് ജീപ്പാണെങ്കിലും ഓടിച്ച് നോക്കിയിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ജീപ്പ് നമ്മൾ ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തത് കൊണ്ട് തന്നെ പവർ ബ്രേക്കും പവർ ക്ലച്ചും ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ടോ.
അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലൊരു ജീപ്പ് കിട്ടിയപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക.